ഞങ്ങളിന്നൊരു വഴിക്ക് പോവാണ്. അതിരപ്പള്ളിക്കൊക്കെ പോകാമെന്ന് വിചാരിച്ചാണ്. ഭയങ്കര മഴയും കാര്യങ്ങളും ഉണ്ടാവുന്ന തോന്നണം. എങ്ങനെയാണെന്നൊരു ഐഡിയ ഇല്ല. എന്നാലും സ്കൂൾ വെക്കേഷൻ കഴിയാറായില്ലേ. അപ്പോൾ എന്തായാലും മോളും വന്നിട്ടുണ്ട്. അപ്പോൾ പിള്ളേരും കൊണ്ട് പോകാമെന്ന് വിചാരിച്ചു. എന്താവും എന്തോ അറിയില്ല. അപ്പോൾ നമുക്ക് മുമ്പ് കാണാം കേട്ടോ. ഞങ്ങൾ പോയി കുറച്ച് വഴി എത്തിയപ്പോൾ ഞങ്ങളുടെ മോളുടെ അപ്പച്ചനും കൂടി ഉണ്ടായിരുന്നു. നല്ല മഴയുള്ള ദിവസമായിരുന്നെങ്കിലും ഞങ്ങൾ തുമ്പൂർമൊഴിക്ക് പോയപ്പോൾ ആ സമയത്ത് മഴ ഇത്തിരി വിട്ട് നിൽക്കുന്ന സമയമായിരുന്നു. അത് കാരണം ഒന്ന് സമാധാനമായിട്ട് അവിടെ ഇറങ്ങി കാണാനായിട്ട് പറ്റിയിട്ട് അത് സമാധാനത്തോട് നല്ല ഒരു കാലാവസ്ഥയായിരുന്നു. നല്ല പ്രകൃതി രമണീയമായ സ്ഥലവും കാണാനും നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളായിരുന്നു. പോണ വഴിക്കൊക്കെയും കാടാണ്, കാട് പ്രദേശം ആണ്. അവിടെയൊക്കെ പോകുമ്പോഴും സൂക്ഷിക്കണം. അങ്ങനെ അവിടെ ഇറങ്ങിയതിന് ശേഷം കുരങ്ങന്മാരെ കണ്ടതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലാണ് കുഞ്ഞുമക്കൾക്ക് അവർക്ക് കുരങ്ങന്മാരെ കണ്ടിട്ട് അത് കാണിച്ചു തന്നെ അതിൻ്റെ അതിശയമാണ് കാണിക്കണത്. പിന്നെ അതുപോലെ തന്നെ അവിടുത്തെ ഗാർഡൻ സെറ്റ് ചെയ്ത് അങ്ങോട്ടൊക്കെ സൂപ്പറാണ്. അടിപൊളി ഗാർഡനും അതുപോലെ പ്രധാനമായിട്ട് പറയാനുള്ളത് അവിടുത്തെ തൂക്കുപാലാണ്. തൂക്കുപാലൊക്കെ നല്ല അടിപൊളിയാണ്. അപ്പോൾ അങ്ങനെ കുട്ടികൾക്കൊക്കെ അതൊരു കൗതുകമായിരുന്നു. ഇത് കുട്ടികളുടെ പാർക്കിലേക്കുള്ള വഴിയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ആദ്യം പാർക്കിലേക്ക് പോയില്ല, ലാസ്റ്റാണ് പാർക്കിലേക്ക് പോയത്. അവിടെ എല്ലാ കുട്ടികൾക്ക് കളിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും അവിടെയുണ്ട്. അവിടെ തന്നെ വെള്ളച്ചാട്ടവും കാര്യങ്ങളോ അതൊക്കെ ശരിക്കും നേരിട്ട് അടുത്ത് കാണാം. അത് ഞങ്ങൾ ലാസ്റ്റാണ് പോയത് അങ്ങോട്ട്. പിന്നെ മഴക്കാരുള്ള കാരണം വേഗം പെട്ടെന്ന് എല്ലായിടത്തും പോയി കഴിച്ചു. അതുപോലെ തന്നെ തുമ്പൂർമൊഴിയിൽ നല്ലവണ്ണം വെള്ളമുണ്ട്. മറ്റ് പാറക്കെട്ടുകൾ വെള്ളമില്ലാത്ത സമയത്ത് നിറച്ച് പാറക്കെട്ടുകൾ അങ്ങനെയൊക്കെ ആയിട്ട് കാണാം. ഇപ്പോൾ പാറകളൊന്നും കാണില്ല, അതുമാതിരി വെള്ളമായിരുന്നു. ഇത്ര പോലെ വെള്ളം ഉണ്ടായിരുന്നു. പോകുന്ന വഴിക്കൊക്കെ നമ്മൾക്ക് വെള്ളത്തിൻ്റെ ഇരമ്പൽ കേൾക്കാം, വെള്ളം കുത്തിച്ചാടുന്ന ശബ്ദം കേൾക്കാൻ പറ്റും. പിന്നെ തൂക്കുപാലത്തിൽ കയറാനായിട്ടാണ് പോയത്. അപ്പം നമ്മൾ തുടക്കത്തിൽ അവിടെ നിന്ന് ടിക്കറ്റ് എടുക്കണത് 60 രൂപയാണ് കേട്ടോ, അവിടുത്തെ ടിക്കറ്റിൻ്റെ റേറ്റ്. ആദ്യമൊക്കെ കുറച്ചായിരുന്നു, ഇപ്പോൾ കൂടിയേക്കണതാണ്. 60 രൂപയാണ് ടിക്കറ്റിന് എടുത്തത്. കുട്ടികൾക്ക് കുറവുണ്ട്, വലിയവർക്ക് 60 രൂപയാണ് ടിക്കറ്റ് റേറ്റ്. അങ്ങനെ തൂക്കുപാലത്തിൽ കയറുമ്പോൾ ആടുണ്ടായിരുന്നു. പിന്നെ നദാന് നല്ല പേടിയായിരുന്നു കയറാനായിട്ട്. അപ്പോൾ ശരിക്കും നല്ല കാറ്റും ഇതൊക്കെ വരുമ്പോൾ അത് ആട്ടി കഴിഞ്ഞാലും അതുപോലെ ആടുമായിരുന്നു കേട്ടോ. അങ്ങനെയായിരുന്നു. അങ്ങനെ തൂക്കുപാലത്തുമ്മക്കൂടെയുള്ള യാത്ര സൂപ്പറായിരുന്നു. ഇരുവശത്തും വെള്ളച്ചാട്ടവും അത് കാണാൻ തന്നെ നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചയായിരുന്നു. ഇവിടെയൊക്കെ നിറച്ച് പാറക്കെട്ടുകൾ ഒക്കെ കാണായിരുന്നു. മഴ പെയ്യണേക്കാളും മുന്നിപ്പോൾ ശക്തമായ മഴ 3-4 ദിവസം അടുപ്പിച്ച് മഴ പെയ്തപ്പോൾ വെള്ളമൊക്കെ തിമിർത്ത് ഇത് കാണില്ല, പാറക്കെട്ടുകൾ കാണാത്ത രീതിയിൽ വെള്ളത്തിൻ്റെ ഒഴുക്കായിരുന്നു ഇവിടെ. അത് കാണാനും നല്ല ഭംഗിയായിരുന്നു. അതിനിടയിൽ തൂക്കുപാലത്ത് കൂടെ പോകുമ്പോൾ ചെറിയൊരു ആട്ടവും അനക്കമൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ മുകളിൽ കോടമഞ്ഞ്, നല്ല രീതിയിൽ കോടമഞ്ഞ് ഉണ്ടായിരുന്നു. അപ്പോൾ കോട അങ്ങനെ ഫോഗ് നല്ല ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ നല്ലൊരു അനുഭവം, സന്തോഷമായിരുന്നു. കാണാനായിട്ടുണ്ട്, ഇഷ്ടംപോലെ കാണാനുണ്ട്. ഈ മഴ കാരണം ഞങ്ങൾക്ക് കുറേ കാര്യങ്ങളൊന്നും കാണാൻ പറ്റിയിട്ടില്ല കേട്ടോ. അങ്ങനെ തൂക്കുപാലത്തിൻ്റെ അടുത്ത് പറയാണ്ടിരിക്കാൻ പറ്റില്ല, അത്രയും നല്ല വ്യൂ ആണ് തൂക്കുപാലത്തിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്നത്. അതൊക്കെ സൂപ്പറായിരുന്നു. പിന്നെ ഞങ്ങളവിടെ തൂക്കുപാലത്തിൽ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. രണ്ടുപേരും ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് പോരുന്ന സമയത്താണ്
തൂക്കുപാലത്തിൻ്റെ അടുത്തതൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോരണ സമയത്താണ് ഞങ്ങൾ പാർക്കിലേക്ക് കയറാമെന്നൊക്കെ വിചാരിച്ച് കുട്ടികളുടെ പാർക്കിൽ. പക്ഷേ പാർക്കിൽ ഈ സ്ലൈഡൊക്കെ നനഞ്ഞിരിക്കുകയാണ്. അത് കാരണം ഒന്നിലും കയറാനായിട്ട് കുട്ടികളൊന്നിലും കയറി കളിക്കാനൊന്നും പോയില്ല. അവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത വെള്ളച്ചാട്ടം നമുക്ക് കാണാനായിട്ട് പറ്റും. ശരിക്കും അടുത്ത് തന്നെയായിട്ട് നല്ല രീതിയിൽ വെള്ളച്ചാട്ടം കാണാനായിട്ട് പറ്റും. അതൊക്കെ കാണാൻ നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട്. അങ്ങനെ പിന്നെ അവിടെ എടുത്ത് പറയുന്നത് ബട്ടർഫ്ലൈ ഗാർഡൻ എന്നാണ് പറയുന്നത്. ബട്ടർഫ്ലൈസ് വേണ്ട ബട്ടർഫ്ലൈസ് അവിടെ നിറച്ച് കാണാൻ പോണ വഴിക്കൊക്കെ നിറച്ച് ബട്ടർഫ്ലൈസ് ഓരോ ചെടികളുമേ നിറച്ച് വന്നിരിക്കുന്നതായിട്ട് കാണാതും നല്ല ഭംഗിയുള്ളൊരു കാഴ്ചയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വരുമ്പോൾ മരത്തുമ്മയും പുറത്തൊക്കെ ആയിട്ട് കുറേ കുരങ്ങന്മാരെ കണ്ടു. സൂപ്പർ ഒരു ട്രിപ്പായിരുന്നു തുമ്പൂർ മൊഴി ബട്ടർഫ്ലൈ പാർക്ക്.